Hello, hi everyone. So once again, welcome back to Crack with Jack YouTube Malayalam channel. So ഇന്ന് നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെഷനാണ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആണ്. സോ ആദ്യം തന്നെ എന്താണ് CRPF വാലർ ഡേ. CRPF വാലർ ഡേ ഒബ്സർവ് ചെയ്യുന്നത് 9th April ആണ്. അതായത് ഇക്കൊല്ലം ഇതിൻ്റെ 56ാമത്തെ എഡിഷനാണ്. അപ്പോൾ CRPF പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ പഠിക്കേണ്ട ഒരു സംഭവമാണ് CISF. CISF റേസിംഗ് ഡേ എന്ന് പറയുന്നത് മാർച്ച് 10 CISF റേസിംഗ് ഡേ. സോ ഈ ദിവസം അതായത് April 9, 1965 സർദാർ പോസ്റ്റ്, അതായത് റൺ ഓഫ് കച്ച് ഗുജറാത്തിലെ സർദാർ പോസ്റ്റിൽ ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് CRPF പേഴ്സണൽ ഒരു പാകിസ്ഥാനി ആർമിയെ ഡിഫീറ്റ് ചെയ്തതിന്, അതായത് ഇവർ ജയിച്ചു. സോ ആ ജയിച്ചതിനെ കൊമമറേറ്റ് ചെയ്തിട്ടാണ് ഈ ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതെവിടെയാണ്? സർദാർ പോസ്റ്റ് ലൊക്കേറ്റഡ് ഇൻ റൺ ഓഫ് കച്ച്, ഗുജറാത്ത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ CRPFിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. CRPF ഫോം ചെയ്തത് 27 ജൂലൈ 1939 CRPFിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് സർവീസ് ആൻഡ് ലൊയാലിറ്റി ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം കേട്ടോ. സർവീസ് ആൻഡ് ലൊയാലിറ്റി. ഡയറക്ടർ ജനറൽ കുൽദീപ് സിംഗ് ആണ് ഡയറക്ടർ ജനറൽ. സർവീസ് ആൻഡ് ലൊയാലിറ്റി എന്ന് പറയുന്നതാണ് CRPFിൻ്റെ മോട്ടോ. ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് കുൽദീപ് സിംഗ് ആണ്. അതുപോലെ തന്നെ CISF റേസിംഗ് ഡേ പഠിച്ചു. നാഷണൽ മാരിടൈം ഡേ നമുക്കറിയാം 5 April ആണ്. അത് റീസെന്റ് ന്യൂസിൽ വരുന്നതാണ്. ഓക്കെ, നാഷണൽ മാരിടൈം ഡേ 5 April ആണ്. അതായത് മാരിടൈം ഡേ ഏറ്റവും വലിയ ഹോണർ എന്ന് പറയുന്നത് വരുണ അവാർഡാണ് കേട്ടോ. വരുണ അവാർഡ്, അതും കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്തത് ഇന്റർനാഷണൽ റോമ ഡേ 2021 8 April ഒബ്സർവ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? റൊമാനി കൾച്ചറും അതുപോലെ തന്നെ റൊമാനി പീപ്പിൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും ഒരു അവയർനെസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് April 8 ഇന്റർനാഷണൽ റോമ ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. സോ ഇന്റർനാഷണൽ റോമ ഡേ 2021 എന്ന് പറയുന്നത് 50th ആനിവേഴ്സറി ഓഫ് ദ ഫസ്റ്റ് റൊമാനി കോൺഗ്രസ്, അതായത് April 7 മുതൽ April 12, 1997 നടന്ന റൊമാനി കോൺഗ്രസിന്റെ 50ാമത്തെ വാർഷികമാണ് ഇന്റർനാഷണൽ റോമ ഡേ 2020 അടയാളപ്പെടുത്തുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇന്റർനാഷണൽ റൊമാനി ഡേ എസ്റ്റാബ്ലിഷ് ചെയ്ത് 1990 അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് റിഗ ലത്വിയയാണ്. പ്രസിഡന്റ് നോർമുൻസ് റുഡിവിക്സ് ആണ് പ്രസിഡന്റ്. അതും കൂടി പഠിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം 6th April റീസെന്റ് ന്യൂസ് ഇന്റർനാഷണൽ ഡേ ഓഫ് സ്പോർട്സ് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് പീസ് എന്ന് പറയുന്നത് 6th April ആണ്. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കാം. ഇന്ത്യയുടെ ഫസ്റ്റ് ഫീമെയിൽ കമന്റേറ്റർ ആണ് ചന്ദ്ര നായിഡു. ഷീ പാസ്ഡ് അവേ. സോ ഈ ചന്ദ്ര നായിഡു എന്ന് പറയുന്നത് നമുക്കറിയാം ഫസ്റ്റ് ടെസ്റ്റ് ക്യാപ്റ്റനായ CK നായിഡുവിൻ്റെ മകളാണ്. സോ ചന്ദ്ര നായിഡു അച്ഛനെ കുറിച്ചിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. CK നായിഡു എ ഡോട്ടർ റിമെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകവും ചന്ദ്ര നായിഡു എഴുതിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ഫീമെയിൽ കമന്റേറ്റർ ഓഫ് ഇന്ത്യയാണ് ചന്ദ്ര നായിഡു. ഷീ പാസ്ഡ് അവേ. ഓക്കെ, സോ ഇൻഡോർ മധ്യപ്രദേശിലാണ്. ഷി ഡൈഡ് ഇൻ ഇൻഡോർ മധ്യപ്രദേശ്. സോ മധ്യപ്രദേശിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഭോപ്പാലാണ്. ഗവർണർ ആനന്ദീബെൻ പട്ടേൽ, CM ശിവരാജ് സിംഗ് ചൗഹാൻ. അതുപോലെ തന്നെ ഫാത്തിമ റഫീഖ് സക്രിയ എന്ന് പറയുന്നത് റെനൗണ്ട് ജേർണലിസ്റ്റ് ആണ്. പത്മ അവാർഡിയാണ്. പാസ്ഡ് അവേ. അതുപോലെ തന്നെ ശശികല വെറ്ററൻ ഫിലിം ആക്ട്രസ് ആണ്. അത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഓക്കെ, അടുത്തത് അപ്പോയിന്റ്മെന്റ്സ്. നൈജേഴ്സ് പ്രസിഡന്റ് ബസോം അപ്പോയിന്റ്സ് ഫോമർ മിനിസ്റ്റർ മഹാമദു ആസ് PM. അതായത് നൈജറിലെ 2011 മുതൽ 2021 വരെ നൈജറിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ബ്രിഗി റാഫിനി ആയിരുന്നു. ഇദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തിട്ട് നൈജറില് പ്രൈം മിനിസ്റ്റർ കേട്ടോ. നൈജറിൽ ഒരു പുതിയ പ്രൈം മിനിസ്റ്റർ വന്നിരിക്കുന്നു. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. സോ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ആരാണ്? മഹാമദോ
ഇദ്ദേഹത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് നൈജറിലെ പ്രസിഡന്റ് ബസോം അപ്പോയിന്റ് ചെയ്തു എന്നുള്ളതാണ് പഠിക്കേണ്ടത്. സോ പാർട്ടി ഏതാണ്? നൈജീരിയൻ പാർട്ടി ഫോർ ഡെമോക്രസി ആൻഡ് സോഷ്യലിസം ആണ് ഇദ്ദേഹത്തിന്റെ പാർട്ടി. സോ ആദ്യമിടെ ബ്രിഗി റാഫിനി ആയിരുന്നു. അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തിട്ട് മഹാമദോ PM ആയിട്ട് നൈജീരിയയിൽ വന്നിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നൈജറിലെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നയാമിയാണ്. കറൻസി എന്ന് പറയുന്നത് CFA ഫ്രാങ്ക്. അതുപോലെ തന്നെ നമുക്കറിയാം മാർക്ക് റൂട്ടെ ഡച്ച് PM ആണ്. മാർക്ക് റൂട്ടെ. സോ ഇതിൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളോട് ചോദിക്കാം നൈജറിയത്തെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്, അല്ലെങ്കിൽ നൈജറിന്റെ ക്യാപിറ്റൽ ചോദിക്കാം, കറൻസി. അത് റീസെന്റ് ന്യൂസ് ആയതുകൊണ്ട് നമുക്കതിന് സ്റ്റാറ്റിക്കും എക്സ്പെക്ട് ചെയ്യാം. സോ ഡച്ച് PM മാർക്ക് റൂട്ടെ ആണ്. ഡച്ച് PM. ഓക്കെ. മാർക്ക് റൂട്ടെ 4th ടൈം സ്ട്രേറ്റ് ഇലക്ഷൻ ഇദ്ദേഹം വിൻ ചെയ്തു. അതുപോലെ തന്നെ ഐവറി കോസ്റ്റിലെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് പാട്രിക് അച്ചി അപ്പോയിന്റഡ് ആയി. അടുത്ത ന്യൂസ്, ടെൻല ഒരു ക്ലൗഡ് കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പോയിന്റഡ് അതിന്റെ CFO ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തു? വിശ്വനാഥനെ അപ്പോയിന്റ് ചെയ്തു. അരവിന്ദ് വിശ്വനാഥനെ അതിന്റെ CFO ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. സോ ഇദ്ദേഹം വിപ്രോ സീനിയർ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. സോ ഇദ്ദേഹം ഇപ്പൊ ടെൻല പ്ലാറ്റ്ഫോംസ് ലിമിറ്റഡിന്റെ CFO ആയിട്ട് അപ്പോയിന്റഡ് ആയി. അതുപോലെ തന്നെ നമുക്കറിയാം അഡീഷണൽ ഡയറക്ടർ ഓഫ് ബ്രിട്ടാനിയ ഊർജിത് പട്ടേൽ അപ്പോയിന്റഡ് ആയി. അതുപോലെ തന്നെ സിഡ്ബിയുടെ CMD ആയിട്ട് S രാമൻ അപ്പോയിന്റഡ് ആയി. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണു. അടുത്തത് സ്പോർട്സ് ന്യൂസ്. ദുതിചന്ദ് ഒഡീഷക്കാരിയാണ്. ഷീ റിസീവ്ഡ് ഛത്തീസ്ഗഡ് വീരണി അവാർഡ്. ഛത്തീസ്ഗഡിലെ വീരണി അവാർഡ് കിട്ടിയത് ദുതിചന്ദിനാണ്. ദുതിചന്ദിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷീ ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ, അതായത് ഇറ്റലിയിൽ നടന്ന വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ എ ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ദുതിചന്ദ്. അതുപോലെ തന്നെ ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിലെ 100-200 മീറ്ററിൽ സിൽവർ മെഡലിസ്റ്റും ആണ്. സോ ഇതെന്ന് പറയുന്നത് ഛത്തീസ്ഗഡ് ഗവൺമെന്റിന്റെ കൊടുക്കുന്ന ഒരു അവാർഡാണ്. അതായത് ഇന്ത്യൻ വുമന്റെ കോൺട്രിബ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്തിട്ട് കൊടുക്കുന്ന അവാർഡാണ്. ഓക്കെ. സോ ഛത്തീസ്ഗഡിലെ വീരണി അവാർഡ് കിട്ടിയത് ആർക്കാണ്? ദുതിചന്ദിനാണ്. അതുപോലെ തന്നെ പഠിക്കേണ്ട സ്പോർട്സ് റിലേറ്റഡ് ന്യൂസ് ആണ്. ബഹ്റൈൻ ഗ്രാൻഡ് പ്രിക്സ് കിട്ടിയത് ആർക്കാണ്? ലൂയിസ് ഹാമിൽട്ടൺ ആണ് ബഹ്റൈൻ ഗ്രാൻഡ് പ്രിക്സ് കിട്ടിയത്. ഓക്കെ. അതുപോലെ തന്നെ അടുത്തത് ദേവിശങ്കർ അവസ്ഥി അവാർഡ്. 2020 ദേവിശങ്കർ അവസ്ഥി അവാർഡ് കിട്ടിയത് അസുതോഷ് ഭരദ്വാജിനാണ്. ഈ അസുതോഷ് ഭരദ്വാജ് എന്ന് പറയുന്നത് ജേർണലിസ്റ്റ് കം റൈറ്റർ ആണ് അസുതോഷ് ഭരദ്വാജ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിനാണ് 2020 ദേവിശങ്കർ അവസ്ഥി അവാർഡ് കിട്ടിയത്. സോ അയാളുടെ പിത്രബദ് എന്ന് പറയുന്നത് ദണ്ഡകാരിയെ കുറിച്ചിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ബയോഗ്രഫിയാണ് പിത്രബദ്. സോ പിത്രബദിനാണ് ഇദ്ദേഹത്തിന് എന്ത് സമ്മാനം കിട്ടിയിട്ടുള്ളത്? ദേവിശങ്കർ അവസ്ഥി അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഈ പുസ്തകം ഇപ്പൊ ആമസോണിൽ അവൈലബിൾ ആണ്. സോ ദണ്ഡകാരണ്യനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വായിക്കാം. ഹി വാസ് എലക്റ്റഡ് ബൈ അതുപോലെ തന്നെ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അശോക് വാജ്പേയി, നന്ദകിഷോർ ആചാര്യ, രാജേന്ദ്ര കുമാർ അടങ്ങിയ ഒരു സെലക്ഷൻ കമ്മിറ്റിയുണ്ട്. ആ സെലക്ഷൻ കമ്മിറ്റിയാണ് ദേവിശങ്കർ അവസ്ഥി അവാർഡ് അശുതോഷ് ഭരദ്വാജിന് നാമനിർദ്ദേശം ചെയ്തത്. ഓക്കെ. സോ രാജ്കമൽ പ്രകാശനം പബ്ലിഷ് ചെയ്യൂ, പ്രകാശനം. സോ അങ്ങനെ കോഡഡ് ആക്കി പഠിക്കുക. രാജ്കമൽ പ്രകാശൻ അങ്ങനെ പഠിക്കുക. ഓക്കെ. ഹിന്ദി ലാംഗ്വേജ് ആണ് കേട്ടോ. ഹിന്ദി ലാംഗ്വേജ് ആണ്. നമുക്ക് ബുക്കിന്റെ കവർ നല്ല വൃത്തിയിൽ കാണാൻ പറ്റും ആമസോണിൽ. ബാങ്കിങ് ന്യൂസ് ആണ്. യൂഗ്രോ ക്യാപിറ്റലും SBM ബാങ്ക് ഇന്ത്യയും. SBM എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസ് ആണ് കേട്ടോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസ്. ചിലർ ഇതിനെ തെറ്റിദ്ധരിക്കാറുണ്ട് SBIയുടെ ഒരു ബ്രാഞ്ച് ആണെന്ന്. മൗറീഷ്യസിലുള്ള
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ബ്രാഞ്ച് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസ്. അല്ല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസ് എന്ന് പറയുന്നത് ഒരു ഫോറിൻ ബാങ്ക് ആണ്. അതാദ്യമായിട്ട് അതിൻ്റെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിൽ. അത് മുംബൈ, ഇന്ത്യയിലാണ് അത് ഓപ്പൺ ചെയ്തത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പോർട്ട് ലൂയിസ് മൗറീഷ്യസിലാണ്. CFO എന്ന് പറയുന്നത് ശൈലേഷ് ഷായാണ്. ഇതും കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. സോ യൂഗ്രോ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലെൻഡിങ് പ്ലാറ്റ്ഫോമാണ്. എക്സ്പെഷ്യലി ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്? MSME സെക്ടറെ ഫോക്കസ് ചെയ്യുന്ന ഒരു ലെൻഡിങ് പ്ലാറ്റ്ഫോമാണ് യൂഗ്രോ ക്യാപിറ്റൽ. അൺസെക്യൂർഡ് ലോൺസ് വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? ഈ യൂഗ്രോ ക്യാപിറ്റലും അതുപോലെ തന്നെ SBM ഇന്ത്യ പറഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസ്, അവരുടെ പാരന്റ് കമ്പനി SBM ഹോൾഡിങ്സ് ആണ് കേട്ടോ. അതും കൂടിയും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇവർ രണ്ടുപേരും കൂടിയും ചേർന്നിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് MSME സെക്ടേഴ്സിന് വേണ്ടിയിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവരുന്നുണ്ട്. സോ അതിന്റെ പേര് ഗ്രോ സ്മാർട്ട് ബിസിനസ് ക്രെഡിറ്റ് കാർഡ്. സോ ഇതിന്റെ ഓണർ എന്ന് പറയുന്നത് റുപ്പേ ആണ്. അതും കൂടിയും മനസ്സിലാക്കുക. റുപ്പേ ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ഇതിന്റെ ഓണർ ഗ്രോ സ്മാർട്ട് ബിസിനസ് ക്രെഡിറ്റ് കാർഡിന്റെ ഓണർ എന്ന് പറയുന്നത് റുപ്പേ ആണ്. അതും കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. സോ ഇതിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? യൂഗ്രോ ക്യാപിറ്റൽ ബോറോവേഴ്സിന്, അതായത് നമ്മൾ സാധാരണ MSME സെക്ടേഴ്സിന്റെ ഒരു ലെൻഡിങ് പ്ലാറ്റ്ഫോമാണ് ഈ യൂഗ്രോ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്രെഡിറ്റ് കാർഡ് നമുക്ക് അവെയിൽ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഇനി അടുത്ത അതുപോലെ തന്നെ യൂഗ്രോ വേറെ ഒന്നുമില്ല ഇതിൽ പഠിക്കാൻ, ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. SBM ഹോൾഡിങ്സ് ആണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസ്. നിങ്ങൾ എന്ത് ചെയ്യരുത്? നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായിട്ട് കൺഫ്യൂഷൻ ആക്കരുത്. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് ക്രെഡിറ്റ് കാർഡ് ഇത് നിങ്ങൾ പഠിക്കേണ്ട, ഇത് അത്യാവശ്യമുള്ള കാര്യമല്ല, ഇത് വേണ്ട. ജസ്റ്റ് ഇതിൻ്റെ ആ ക്രെഡിറ്റ് കാർഡിന്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. മെയിൻ ആയിട്ട് ഇതിൽ പഠിക്കാൻ ലിമിറ്റ് എന്ന് പറയുന്നത് FD എമൗണ്ടിന്റെ 90% ആയിരിക്കണം. പിന്നെ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി ഫിനാൻസ് ചാർജ് 1.99% ഇത് നിങ്ങൾ അവോയ്ഡ് ചെയ്തോളൂ. ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ ജസ്റ്റ് 2 പോയിന്റും കൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് കൊടുക്കണം, എന്നിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് അവെയിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ? സോ എത്ര എമൗണ്ട് ആണ്? 10,000 മുതൽ 10 ലക്ഷം രൂപ വരെയാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. 1 മുതൽ 5 കൊല്ലം വരെയാണ് അതിന്റെ ടെന്യൂർ. ഇൻട്രസ്റ്റ് റേറ്റ് 7.5% ആണ്. ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇതും കൂടി ജസ്റ്റ് എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കുക. വേറൊന്നും ഇതിൽ പഠിക്കാനില്ല. അടുത്തത് എന്താ പറയുന്നത്? ജന സ്മാൾ ഫിനാൻസ് ബാങ്കും അതുപോലെ തന്നെ ആക്സിസ് സെക്യൂരിറ്റീസും കൂടി 3-in-1 അക്കൗണ്ട്, അതായത് 3 ഫങ്ഷൻസ് ഒരൊറ്റ അക്കൗണ്ടിലൂടെ നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. സോ ജന സ്മാൾ ഫിനാൻസ് ബാങ്കും ആക്സിസ് സെക്യൂരിറ്റീസും കൂടിയും 3-in-1 അക്കൗണ്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് പറയുന്നത്. 3-in-1 അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 3 അക്കൗണ്ട് ഫെസിലിറ്റീസ് ആയ സേവിംഗ് ബാങ്ക് അക്കൗണ്ട്, ഈ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ജന ഫിനാൻസ് ബാങ്കിന്റെ, അതുപോലെ തന്നെ ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ആക്സിസ് സെക്യൂരിറ്റീസിന്റെ. സോ ഈ 3 സംഭവങ്ങളുടെയും ഒരൊറ്റ അക്കൗണ്ട് വഴി ആക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടി എന്ത് ചെയ്തു? ടൈപ്പ് ചെയ്തു. സോ ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഈ പേപ്പർ വർക്കുകളൊക്കെ, അതായത് ഇത് 3 നമ്മൾ പോവാതെ നമുക്ക് ഒറ്റെണ്ണത്തിലൂടെ എല്ലാ കാര്യവും സാധിക്കാം എന്നുള്ള പോലെ. അതായത് എന്താണ്? പേപ്പർ വർക്കൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് ഫണ്ട്സ് ഒക്കെ ക്വിക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിനൊക്കെ എന്ത് ചെയ്യും? നമുക്ക് ഇങ്ങനെ 3-in-1 അക്കൗണ്ട് ആയ നമുക്ക് വലിയൊരു ഉപകാരമാവും. ഓക്കെ, അതുപോലെ തന്നെ ജന സ്മാൾ ഫിനാൻസ് ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബാംഗ്ലൂരാണ് ജന സ്മാൾ ഫിനാൻസ് ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. 2008 ഇത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആക്സിസ് ബാങ്ക് entered into ഷെയർ പർച്ചേസ് അഗ്രിമെന്റ്, അതായത് ആക്സിസ് ബാങ്കിന്റെ 100% സ്റ്റേക്ക്, അതിന്റെ സബ്സിഡിയറി ആയ ആക്സിസ് ബാങ്ക് UK ലിമിറ്റഡിന്റെ 100% സ്റ്റേക്കും ഓപ്പൺ പെയ്ഡ് ഹോൾഡിങ്സിലേക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിച്ചു. ദേ entered into a ഷെയർ പർച്ചേസ് അഗ്രിമെന്റ്. അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിന്റെ വേറൊരു സംഭവമാണ് ഈൽഡ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. ബോണ്ട് സെല് ചെയ്യാൻ വേണ്ടിയിട്ടും വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. എന്തെന്ന് പറയുന്നത്? ആക്സിസ് സെക്യൂരിറ്റീസിന്റെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. അത്രമാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ADB 484 മില്യൺ ലോണ്
ട്രാൻസ്പോർട്ട് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്, അതായത് ഈ ട്രാൻസ്പോർട്ട് കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തമിഴ്നാടിന് കൊടുത്തു. സോ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആണ് കൊടുത്തത്. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു 300 മില്യൺ വേൾഡ് ബാങ്കും അതുപോലെ തന്നെ ഏഷ്യൻ AIIBയും കൂടിയും കൊടുത്തിട്ടുണ്ട് അല്ലെ. AIIBയും കൂടിയും കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? കനാൽ ബേസ്ഡ് ഡ്രിങ്കിങ് പ്രൊജക്ട്, ഡ്രിങ്കിങ് വാട്ടർ പ്രൊജക്ട്, കനാൽ ബേസ്ഡ് ഡ്രിങ്കിങ് വാട്ടർ പ്രൊജക്ട് പഞ്ചാബിന് വേണ്ടിയിട്ട് 300 മില്യൺ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കാം. 484 മില്യൺ ലോണ് ട്രാൻസ്പോർട്ട് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്, ട്രാൻസ്പോർട്ട് കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തമിഴ്നാടിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ് ADBയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മാന്തുളുയോങ് ഫിലിപ്പൈൻസ് ആണ്. പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മസാത്സുഗു അസാക്കാവയാണ്. തമിഴ്നാടിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ചെന്നൈ ആണ്. ഗവർണർ ബൻവാരിലാൽ പുരോഹിത് ആണ്. എടപ്പടി കെ പളനിസ്വാമിയാണ് CM എന്ന് പറയുന്നത്. അടുത്തത് ഓക്കെ, ഈ ഒരു സംഭവം ആദ്യം പഠിക്കും. ഗസിയാബാദ് ഇഷ്യൂസ് ഇന്ത്യസ് ഫസ്റ്റ് മുനിസിപ്പൽ ഗ്രീൻ ബോണ്ട്. എന്താ ഈ ഗ്രീൻ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗ്രീൻ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ പറയുക, എൻവിറോൺമെന്റ് റിലേറ്റഡ് പ്രൊജക്ട്സ് ഉണ്ടായിരിക്കും അല്ലേ. ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കൊരു വേസ്റ്റ് വാട്ടറിനെ ഡ്രിങ്കിങ് വാട്ടർ ആക്കണം എന്ന് വിചാരിക്കാം. സോ നമ്മളൊരു പ്ലാന്റ് വഴിയാണ് ചെയ്യുന്നത്. സോ അതെന്താണ്, അവിടെ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ബോണ്ട് ഗ്രീൻ ബോണ്ടാണ്. കാരണം എന്താണ്, അതൊരു എൻവിറോൺമെന്റിന് ബെനിഫിറ്റ് വരുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. സോ അങ്ങനെ എൻവിറോൺമെന്റിന് ബെനിഫിറ്റ് വരുന്ന ഒരു പ്രൊജക്റ്റിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടാണ് ഗ്രീൻ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗസിയാബാദ് എന്ന് പറയുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. സോ ഗസിയാബാദ് നഗർ നിഗം, ഗസിയാബാദ് നഗർ നിഗം ഇന്ത്യയുടെ ആദ്യത്തെ മുനിസിപ്പൽ ഗ്രീൻ ബോണ്ട് ഇഷ്യൂ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വഴി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പവർ പ്ലാന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ പവർ പ്ലാന്റ് വേസ്റ്റ് വാട്ടറിനെ ഒരു ഡ്രിങ്കിങ് വാട്ടറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർ പ്ലാന്റ്. അവർക്ക് എന്ത് ചെയ്യില്ല, അവർക്ക് എമൗണ്ട് ഇല്ല. സോ അവർക്ക് എന്ത് ചെയ്യാം, ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യാം, ഗ്രീൻ ബോണ്ട് ഇഷ്യൂ ചെയ്യാം. അപ്പൊ അവരെന്ത് ചെയ്തു, ഒരു 150 കോടി രൂപയുടെ, അതായത് 8.1% പലിശയ്ക്ക് അവരൊരു ബോണ്ട് ഇഷ്യൂ ചെയ്തു. സോ ഈ ബോണ്ട് എവിടെ രജിസ്റ്റർ ആവും? നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്യും, രജിസ്റ്റർ ആവും. അപ്പൊ ഇത് കണ്ടിട്ട് എന്ത് ചെയ്യും, ഇൻവെസ്റ്റേഴ്സ് വരും. സോ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, ഈ ബോണ്ടിൽ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. സോ അങ്ങനെ അവർക്ക് വേണ്ട പൈസ കൊടുക്കും. അപ്പൊ ഇത്ര പലിശയ്ക്ക് നമുക്ക് എന്ത് ചെയ്യും, ഇത്ര പലിശ അവർ 8.1% പലിശയും സെറ്റാക്കി നമുക്ക് എന്ത് ചെയ്യാം, പവർ പ്ലാന്റ് നിർമ്മിക്കാം. സോ ഗസിയാബാദ് ഇന്ത്യയുടെ ആദ്യത്തെ മുനിസിപ്പൽ ഗ്രീൻ ബോണ്ട് ഇഷ്യൂ ചെയ്തു. അപ്പൊ അടുത്തത് 150 കോടി. UPയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എവിടെയാണ്? ലക്നൌവിലാണ്. ഗവർണർ എന്ന് പറയുന്നത് ആനന്ദിബെൻ പട്ടേലാണ്. CM യോഗി ആദിത്യനാഥ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ADB ഒരു ചൈനീസ് റെനിബിൻബി, ചൈനയുടെ കറൻസി റെനിബിൻബി 307 മില്യൺ ചൈനീസ് കറൻസി ഡിനോമിനേറ്റഡ് ബോണ്ട് ഇഷ്യൂ ചെയ്തു ഓവർ എ ഡീക്കേഡ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി ബുക്സ് ആൻഡ് ഓതേഴ്സ് ആണ്. നമ്മുടെ PM മോദിയുടെ എക്സാം വാരിയേഴ്സിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ റിലീസ് ചെയ്തു. അതായത് ബ്രെയിലി ഡേയിൽ നമ്മൾ വേൾഡ് ബ്രെയിലി ഡേ January 4 ഇതിന്റെ ബ്രെയിലി വേർഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പബ്ലിഷർ ആരാണ്? പെൻക്യൂൻ ആണ് പബ്ലിഷർ എന്ന് പറയുന്നത്. ദ അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിസ് ബുക്കാണ് എക്സാം വാരിയർ എന്ന് പറയുന്നത്. സോ എക്സാം വാരിയർ ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത് 2018 നമ്മൾ ഭയങ്കര ഫേമസ് ആയിരുന്നു ആ സമയത്ത് കേട്ടോ. അതുപോലെ തന്നെ റീസെന്റ് ന്യൂസിൽ PM മോദി ടു റിലീസ് ഹിന്ദി വേർഷൻ ഓഫ് ഒഡീഷ ഇതിഹാസ് ബൈ ഡോക്ടർ ഹരേ കൃഷ്ണ മഹത്തബ്, ഹിന്ദി വേർഷൻ. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചാണ് സുപരിപാലന, ശൈലേന്ദ്ര ജോഷിയുടെ സുപരിപാലന വൈസ് പ്രസിഡന്റ് റിലീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നാഷണൽ ന്യൂസ്. രമേശ് സിംഗ് പൊക്രിയാൽ നമ്മുടെ HRD മിനിസ്റ്റർ ആണ്. ഇദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി എവിടെയാണ്? ഹരിദ്വാർ ഉത്തരാഖണ്ഡിലാണ് ഇദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത്. സോ ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരു ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തു. അതിന്റെ പേരാണ് സർത്തക് ഇനീഷ്യേറ്റീവ്. സോ നമുക്ക് ഇനി അറിയാം നമ്മളുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെന്റ് ആവാൻ പോവാണ് അല്ലെ. സോ അതിന്റെ ഭാഗമായിട്ട് ഒരു സർത്തക് ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് നമ്മുടെ NEP ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇനീഷ്യേറ്റീവ്, സർത്തക് ഇനീഷ്യേറ്റീവ് ആണ്. അതായത് ഈ സർത്തക് ഇനീഷ്യേറ്റീവുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ പ്രൈമറി തലങ്ങളിലും സെക്കൻഡറി തലങ്ങളിലും സ്റ്റുഡൻസിന് വരുന്ന ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റ്, ഇത് ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്തിട്ടാണല്ലോ നമ്മുടെ NEP എന്ന് പറയുന്നത്.
സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്. അതുപോലെ തന്നെ സേഫ്, സെക്യൂർ, ഇൻക്ലൂസീവ്, കൺഡ്യൂസീവ് ലേണിംഗ് എൻവയോൺമെന്റ് സ്റ്റുഡൻസിന് കൊടുക്കുക. അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഒക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ സർത്തക് ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ NCT പോർട്ടൽ അക്സസ് ചെയ്യാൻ കുറച്ചും കൂടിയും എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് MyNEP 2020 കൊണ്ടുവന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത MyNEP 2020 കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ ട്രൈബൽ TB ഇനീഷ്യേറ്റീവും നമ്മുടെ ഹർഷ് വർദ്ധൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. TB മുക്ത് ഭാരതിന് വേണ്ടി, ഇൻ പെർസ്യൂട്ട് ഓഫ് TB മുക്ത് ഭാരത്. ഓക്കെ, ഹർഷ് വർദ്ധൻ. ഇത് രമേശ് സിംഗ് പൊക്രിയാൽ. സോ രമേശ് സിംഗ് പൊക്രിയാൽ അല്ലോ, രമേശ് പൊക്രിയാൽ നിഷാങ്ക്. ഓക്കെ, അടുത്തത് INYAS launched an awareness program on vaccination. INYAS launched an awareness program on vaccination. ഓക്കെ, INYAS എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ യങ് അക്കാഡമി ഓഫ് സയൻസസ് ആണ്. സോ ഇവരെന്തു കൊണ്ടുവന്നു? വാക്സിനേഷനെ ഒരു അവയർനെസ് പ്രോഗ്രാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു COVID-19 അവയർനെസ് പ്രോഗ്രാം കൊണ്ടുവന്നു. അത്രയേ ഉള്ളൂ. ഇത് കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ യങ് അക്കാഡമി ഓഫ് സയൻസ് ആണെന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെക്കാം. ഹർഷ് വർദ്ധനും അർജുൻ മുണ്ടയാണ് ട്രൈബൽ ഹെൽത്ത് കൊളാബറേഷൻ അനമയ കൊണ്ടുവന്നത്. നമ്മൾ PM മോദി ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിൻ കൊണ്ടുവന്നിരുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അടുത്തത് സെക്കൻഡ് വിർച്വൽ G20 ഫിനാൻസ് മിനിസ്റ്റേഴ്സ് മീറ്റ്. സെക്കൻഡ് ആണ് കേട്ടോ, അത് പഠിക്കണം. എഡിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എഡിഷൻ സെക്കൻഡ് ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ G20 സെക്കൻഡ് വിർച്വൽ G20 ഫിനാൻസ് മിനിസ്റ്റേഴ്സ് മീറ്റ്. ഇറ്റലിയാണ് കേട്ടോ ഇക്കൊല്ലത്തെ പ്രസിഡൻസി, അതും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? COVID-19 പാൻഡമിക്കിനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു G20 ആക്ഷൻ പ്ലാൻ ആണ് ഇവർ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിർമ്മല സീതാരാമന്റെ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് രാജ്യസഭയാണ്. സോ അതിന്റെ പ്രസിഡൻസി ആർക്കാണ്? ഇറ്റലിക്കാണ്. ഓക്കെ, അതുപോലെ നമുക്കറിയാം ECLGS സ്കീം ജൂൺ 30 വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ഇന്റർനാഷണൽ മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കമ്മിറ്റിയുടെ പ്ലെനറി മീറ്റിംഗ് നിർമ്മല സീതാറാം അറ്റൻഡ് ചെയ്തു. അത് ചോദിക്കാം. പ്ലെനറി മീറ്റിംഗ്, ഇന്റർനാഷണൽ മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കമ്മിറ്റിയുടെ പ്ലെനറി മീറ്റിംഗ് ഇന്ത്യയിൽ നിന്ന് ആര് അറ്റൻഡ് ചെയ്തു എന്നുള്ളത് ചോദിക്കാം. ആരാണ്? നിർമ്മല സീതാറാം ആണ് അറ്റൻഡ് ചെയ്തത്. അതായത് ഈ മീറ്റിംഗ് ഒരു കൊല്ലത്തിൽ 2 പ്രാവശ്യമാണ് നടക്കുന്നത്. സോ അതിൽ 190 മെമ്പർ കൺട്രീസ് ഓഫ് ദി IMFും എന്ത് ചെയ്തിട്ടുണ്ട്? അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡിസ്കഷൻ ടോപ്പിക് എന്തായിരുന്നു? ബോളിസ്റ്ററിംഗ് ദ റീകവറി, കൗണ്ടറിംഗ് ഡൈവേർജൻസിനെ കുറിച്ചിട്ടാണ് ആ മീറ്റിംഗ് നടന്നത്. അതുപോലെ തന്നെ IMFന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ആരാണ്? ക്രിസ്റ്റാലിന ജോർജിവയാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? വാഷിംഗ്ടൺ DC. ചീഫ് എക്കണോമിസ്റ്റ് ഗീത ഗോപിനാഥ് ആണ്. ഓക്കെ, ഇന്റർനാഷണൽ ന്യൂസ്. റഷ്യ ഫ്രണ്ട്ഷിപ്പ് കാർ റാലി 2021 ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഫ്ലാഗ് ഓഫ് ചെയ്തു. സോ ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ഡെവലപ്മെന്റിന്റെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണ് ജിതേന്ദ്ര സിംഗ്. സോ ജിതേന്ദ്ര സിംഗ് റഷ്യ ഫ്രണ്ട്ഷിപ്പ് കാർ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. 5ാമത്തെ എഡിഷൻ ആണ് കേട്ടോ, 5ാമത്തെ എഡിഷൻ ആണ്. റഷ്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് വ്ളാദിമിർ പുതിൻ ആണ്. റഷ്യയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മോസ്കോ ആണ്. കറൻസി റൂബിൾ ആണ്. ഓക്കെ, PM മോദിയും നെതർലാൻഡിലെ പ്രൈം മിനിസ്റ്ററും മാർക്ക് റൂട്ടയും കൂടി ഒരു വിർച്വൽ സമ്മിറ്റ് ഹോൾഡ് ചെയ്തു. സോ അതിന്റെ ടോപ്പിക്, അതിൽ മെയിൻ ആയിട്ട് അവർ MOU ഒന്നും സൈൻ ചെയ്തിട്ടില്ല. അതായത് മ്യൂച്വൽ ഗ്ലോബൽ ഇഷ്യൂസ് ആണ് അവർ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിലത്രയേ ഉള്ളൂ. നമുക്ക് നെതർലാൻഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ 3rd ലാർജസ്റ്റ് ഇൻവെസ്റ്റർ ആണ് നെതർലാൻഡ് എന്ന് പറയുന്നത്. നെതർലാൻഡിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആംസ്റ്റർഡാം ആണ്. കറൻസി യൂറോ ആണ്. ഇന്ത്യയും ഫിൻലാൻഡും വിർച്വൽ സമ്മിറ്റ് നടന്നിരുന്നു അല്ലെ? ഓക്കെ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്വാഡ് സമ്മിറ്റ് PM മോദി അറ്റൻഡ് ചെയ്തതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബാങ്കിങ് ആണ്.
ഡിയർ മണി പോളിസിയും ചീപ്പ് മണി പോളിസിയും. എന്താ ഡിയർ മണി പോളിസിയും ചീപ്പ് മണി പോളിസിയും? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ഇൻഫ്ലേഷൻ വരുമല്ലേ. സോ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വില കൂടുക, പൈസയുടെ മൂല്യം കുറയുക, അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അല്ലെ. സോ ഇൻഫ്ലേഷൻ കൂടുമ്പോൾ മണി ഫ്ലോ എന്ത് ചെയ്യും? കൂടും. അതായത് മണിയുടെ വാല്യൂ കുറയും, പക്ഷെ മണി ഫ്ലോ എന്ത് ചെയ്യും? കൂടും. സോ ആ സമയത്ത്, അതായത് ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം കത്തി നിൽക്കുന്ന സമയത്ത് ഈ RBI എന്ത് ചെയ്യും? ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് വെക്കും. സോ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് വെക്കുമ്പോൾ എന്ത് പറ്റും? ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് വെക്കുമ്പോൾ ബാങ്കുകാർക്ക് എന്ത് ചെയ്യും? പൈസ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് പൈസ ആൾക്കാർ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ പൈസ മേടിക്കൂല. സോ പൈസ കൊടുക്കാൻ ഒന്നിനും പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ മണി ഫ്ലോ എന്താവും? കൺട്രോളിൽ വരും. സോ ഇൻഫ്ലേഷന്റെ സമയത്ത് ഈ RBI ചെയ്യുന്ന ഒരു പണിയാണ് ഡിയർ മണി പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഡിയർ മണി പോളിസി. നിങ്ങൾക്ക് സംഭവം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇറ്റ് റെഫേഴ്സ് ടു എ മോണിറ്ററി പോളിസി ബൈ ദി സെൻട്രൽ ബാങ്ക് വേർ ദി സെൻട്രൽ ബാങ്ക് സെറ്റ്സ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് സോ ദാറ്റ് ക്രെഡിറ്റ് ഇസ് നോട്ട് ഈസിലി അവൈലബിൾ ടു ദി ജനറൽ പബ്ലിക് ഇൻ ഓർഡർ ടു ഡിക്രീസ് ദ റിയൽ ഇൻകം. അത് ഈ പണപ്പെരുപ്പം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എന്താ ഇനി ചീപ്പ് മണി എന്ന് പറഞ്ഞാല്? മണി ഫ്ലോ എന്താണ്? കുറവാണ്. ആ സമയത്ത് എന്ത് ചെയ്യും? ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ, നേരെ ഓപ്പോസിറ്റ്, ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ എന്ത് ചെയ്യും? RBI എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് റേറ്റ്, ലോ ഇൻട്രസ്റ്റ് റേറ്റ് സെറ്റ് ചെയ്യും. അതാണ് ചീപ്പ് മണി എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. സോ ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓർഗനൈസേഷൻ CRPFന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്, ഇന്ത്യ. CRPF ഫോം ചെയ്ത് 1939 27 ജൂലൈ. CRPFന്റെ മോട്ടോ എന്ന് പറയുന്നത് സർവീസ് ആൻഡ് ലോയാലിറ്റി. ഡയറക്ടർ ജനറൽ കുൽദീപ് സിംഗ് ആണ്. ഇന്റർനാഷണൽ റൊമാനി യൂണിയന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് റിഗ, ലാത്വിയാണ്. പ്രസിഡന്റ് നോർമുൻ സ്രുഡിവിക്സ് ആണ്. ജന സ്മാൾ ഫിനാൻസ് ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബാംഗ്ലൂർ ആണ്. 2008 അത് ഫോം ചെയ്തത്. ADBയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മണ്ടലിയോങ്, ഫിലിപ്പൈൻസ് ആണ്. 1919 ഡിസംബറിലാണ് അത് ഫൗണ്ട് ചെയ്തത്. പ്രസിഡന്റ് മസാത്സുഗു അസാക്കാവയാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെതർലാൻഡിന്റെ ക്യാപിറ്റൽ ആംസ്റ്റർഡാം ആണ്. കറൻസി യൂറോ. PM മാർക്ക് റുട്ടെയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ ആണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് മോസ്കോ ആണ്. റുബിൾ ആണ് കറൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നൈജറിന്റെ ക്യാപിറ്റൽ നയാമിയാണ്. വെസ്റ്റ് ആഫ്രിക്കൻ CFA ഫ്രാങ്ക് ആണ് കറൻസി. ബസോം എന്ന് പറയുന്നതാണ് പ്രസിഡന്റ്. നൈജറിന്റെ പ്രൈം മിനിസ്റ്റർ മഹാമദ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രമേശ് പൊക്രിയാൽ നിഷാങ്ക് ആണ്. കോൺസ്റ്റിറ്റ്യുവൻസി ഹരിദ്വാർ, ഉത്തരാഖണ്ഡ്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ നമുക്കറിയാം നിർമ്മല സീതാറാമാണ്. രാജ്യസഭ, കർണാടക. MP യുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഭോപ്പാലാണ്. ഗവർണർ ആനന്ദിബെൻ പട്ടേൽ. CM ശിവരാജ് സിംഗ് ചൗഹാൻ. ക്യാപിറ്റൽ ഓഫ് UP ലക്നൗ ആണ്. CM എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥ് ആണ്. ആനന്ദിബെൻ പട്ടേൽ ആണ് ഗവർണർ. തമിഴ്നാടിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ചെന്നൈ ആണ്. ഗവർണർ ബൻവാരിലാൽ പുരോഹിത് ആണ്. CM എടപ്പടി K പളനിസ്വാമി. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ. ഫാത്തിമ റഫീഖ് സക്രിയ ബിലോങ്സ് ടു വിച്ച് ഫീൽഡ്? ജേർണലിസ്റ്റ്, നമ്മളിപ്പോ പഠിച്ചിട്ടേ ഉള്ളൂ. സിഡ്ബിയുടെ CMD രാമൻ, S രാമൻ. ബ്രാൻഡ് അംബാസിഡർ ഓഫ് വിവോ വിരാട് കോഹ്ലി. ഡിജിറ്റൽ ഇൻഷുറൻസിന്റെയും ബ്രാൻഡ് അംബാസിഡർ ആരാണ്? വിരാട് കോഹ്ലിയാണ്. ഡിജിറ്റൽ ഇൻഷുറൻസിന്റെയും വിവോയുടെയും ഡിജിറ്റൽ ഇൻഷുറൻസിന്റെ ഒക്കെ ആരാണ്? വിരാട് കോഹ്ലിയാണ്. മധുക്രാന്തി പോർട്ടൽ ലോഞ്ച്ഡ് ബൈ നരേന്ദ്ര സിംഗ് തോമർ. RBI has enhanced the limit of maximum balance at the end of the day maintained in payment bank from dash per individual customer. എത്രയാണ്? 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷം. ഓക്കെ, സോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.